ഓ നീ എന്ത് ചെയ്യുവോ ഒന്ന് വേഗമാകട്ടെ. പിന്നെ മധുരമില്ലാത്ത 10-15 കൂടി ഉണ്ടാക്കിക്കോ. അമ്മായിപ്പന് ഷുഗറാന്ന് കേട്ടത്, ഇന്ന് തന്നെ എത്തിക്കും. മരുമോനെ എത്തിയെന്നാ തോന്നുന്നത്. വരൂ 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 വരൂ. അനുകരിക്കണം അച്ഛാ. നന്നായിരിക്കും. അച്ഛനെ കുറിച്ച് ഇപ്പൊ പറഞ്ഞത് മനസ്സിലായി. സദ്യയുടെ വട്ടങ്ങളൊക്കെ നിന്നെ കൊണ്ട് തന്നെ നോക്കി നടത്താൻ പറ്റുമോ എന്ന് പറയുമായിരുന്നു. പറ്റുമോന്നോ? എല്ലാം ചെയ്തിട്ടുണ്ട്. ഇതൊന്നും നോക്കിക്കേ. അതിങ്ങ് തന്നെ. ഇതാ മധുരമില്ലാത്ത മാൽപ്പുവ. നല്ല ചൂട് മാൽപ്പുവ കഴിച്ച് കൂളാക്ക്. എന്റെ മോനെ എങ്ങനെ കൂളാകാനാ? എന്തു പറ്റി? ഒരു ഭാഗത്ത് കല്യാണത്തിന്റെ ചിലവെല്ലാം തോളിലായി. പൈസ കുറെ കിട്ടാനുള്ളത് കിട്ടിയില്ല. പിന്നെ ഗ്യാസിന്റെ സബ്സിഡിയും വന്നില്ല. പിന്നെ കൃഷിപ്പണിക്ക് വാങ്ങിച്ച മെഷീന്റെ സബ്സിഡിയും കിട്ടിയില്ല. അത് തന്നെയല്ല, പ്രധാനമന്ത്രി സ്കീമിന്റെ പൈസയും കുറെ മാസങ്ങളായിട്ട് കിട്ടിയിട്ടില്ല. എല്ലാം കൂടെ ഒരു 20-25,000 രൂപ കിട്ടാനുണ്ടെന്നേ. വീട്ടിൽ ഇത്രയൊക്കെ നടന്നിട്ടും എന്നോട് ആരും ഇതുവരെ പറഞ്ഞില്ല. മോനെ എന്തിനാ വെറുതെ ബുദ്ധിമുട്ടിക്കുന്നേ? ശ്രുതി ചേച്ചി, അജയ്, നിനക്ക് ബാങ്കിൽ അക്കൗണ്ട് ഉണ്ടല്ലോ അല്ലേ? ഉണ്ടല്ലോ, 4 എണ്ണം ഉണ്ട്. കഴിഞ്ഞ തവണ ചേച്ചിയല്ലേ ഉജ്ജീവൻ സ്മോൾ ഫിനാൻസ് ബാങ്കിൽ അക്കൗണ്ട് എടുപ്പിച്ചു തന്നത്? ഇങ്ങനെ 3-4 അക്കൗണ്ട് ഉള്ളതാ എല്ലാ പ്രശ്നത്തിനും കാരണം. അതെങ്ങനെ? അക്കൗണ്ടുകളുടെ എണ്ണം കൂടുന്തോറും പ്രശ്നങ്ങളും കൂടും. ശമ്പളം ഒരു അക്കൗണ്ടിൽ വരും, ഗ്യാസ് സബ്സിഡി വേറൊരു അക്കൗണ്ടിൽ വരും, സബ്സിഡികളും സർക്കാരിന്റെ യോജനകളും മറ്റൊന്നിലേക്ക് വരും. 3-4 അക്കൗണ്ടുകളുടെ കണക്ക് നോക്കുമ്പോൾ എന്ത് തലവേദനയാണെന്ന് അറിയാമോ? തലയിൽ ബാക്കിയുള്ള മുടി കൂടെ പോകും. മനസ്സിലായി. നീ എന്താ പറയുന്നതൊക്കെ എനിക്ക് മനസ്സിലായി. ഇനിയിപ്പോ എന്താ ചെയ്യേണ്ടതെന്ന് പറ. ശ്രുതി ചേച്ചി എടുത്തു തന്ന ഉജ്ജീവൻ അക്കൗണ്ടില്ലേ, അത് നിന്റെ പ്രൈമറി അക്കൗണ്ട് ആക്കുക. അതെങ്ങനെ? ആ അക്കൗണ്ട് നിന്റെ ആധാർ കാർഡുമായി ബന്ധിപ്പിക്കുക. അത് നിന്റെ പ്രൈമറി അക്കൗണ്ടായി. ഇനി എന്തൊക്കെ ഗുണങ്ങളുണ്ടാവും നോക്കൂ. നിന്റെ ശമ്പളം ആ അക്കൗണ്ടിൽ വരും, ഗ്യാസിന്റെ സബ്സിഡിയും സർക്കാരിന്റെ യോജനകളുടെ പ്രയോജനങ്ങളും സബ്സിഡികളും അതിലേക്കായിരിക്കും വരിക. എല്ലാത്തിനും കൂടി ഒരു അക്കൗണ്ട്. തലവേദന മാറി കിട്ടും. പിന്നെ ഇടപാടുകളുടെ SMS വരും. നേരാണോ? പക്ഷേ ശമ്പളം വേറെ അക്കൗണ്ടിലേക്കല്ലേ വന്നുകൊണ്ടിരിക്കുന്നത്? അതിനെന്താ, നീ നിന്റെ ഓഫീസിൽ പറ, നിന്റെ ശമ്പളം ഉജ്ജീവൻ സ്മോൾ ഫിനാൻസ് ബാങ്കിലേക്ക് അയക്കാൻ. അത് ശരിയാണ്. വേണ്ട വേണ്ട, മിനിമം ബാലൻസ് ഇല്ലാന്ന് പറഞ്ഞ് ഇനി ഫൈൻ അടിക്കേണ്ടി വന്നാലോ? അതും ശരിയാണ്. ഇത് നിങ്ങളോട് ആര് പറഞ്ഞു? അത് സ്വയം തീരുമാനിച്ചോ? എന്റെ പൊന്ന് സഹോദരാ, ഉജ്ജീവൻ സ്മോൾ ഫിനാൻസ് ബാങ്കിന്റെ പ്രത്യേകത എന്തെന്ന് വെച്ചാൽ അത്യാവശ്യ സമയത്ത് നിങ്ങളുടെ മുഴുവൻ പൈസയും പിൻവലിക്കാം. ഒരു പൈസ പോലും കട്ടാക്കില്ല. മനസ്സിലായോ? അത് ശരി. വർത്തമാനം പറഞ്ഞ് ആകെ തണുത്തുപോയി. ഞാൻ ചൂടുള്ളത് മോനെ ഞാൻ പറയുകയാണെങ്കിൽ, നിന്റെ പ്രായത്തിൽ എന്റെ തലയിൽ നിന്റെ തലയിലുള്ളതിനേക്കാളും മുടിയുണ്ടായിരുന്നു. അത് ഇങ്ങനെ ആക്കിയിട്ട് ഊതി പറപ്പിക്കുമായിരുന്നു. എപ്പോഴെങ്കിലും ഇങ്ങനെ ശക്തിയായിട്ട് ഊതിയിട്ടുണ്ടോ? ചൂടാക്കിയിട്ട് വരാം. അതിപ്പോ ഇതാ വേഗമാകട്ടെ. നല്ല ചൂടോടെ കഴിക്കാം. കഴിച്ചോ. പക്ഷെ ശാപ്പാടിനിടയിൽ ഒരു കാര്യം മറന്നേക്കരുത്. നാളെ രാവിലെ 10 മണിക്ക് ഉജ്ജീവൻ ബാങ്കിൽ പോകുന്ന കാര്യം. അറിയാ, അവിടെ ചെന്നിട്ട് പ്രൈമറി അക്കൗണ്ട് ആക്കുന്ന കാര്യം. അത് തന്നെ. ശമ്പളമോ സബ്സിഡിയോ ആകട്ടെ, എല്ലാ കണക്കുകളും സിമ്പിൾ ആകും. നിങ്ങളുടെ ജീവിതത്തിലുണ്ടോ ഉജ്ജീവൻ സ്മോൾ ഫിനാൻസ് ബാങ്ക്?